അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഈ മട്ടക്കറി. ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം, ഒരു കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, പെരുംജീരകം. ഇതൊരു 3 ചെറിയ സവോളയാണ്. സവോളയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് എടുക്കുന്ന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുപ്പങ്ങ് നിർത്തണം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ജാറിനകത്തോട്ട് മാറ്റാം. മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇത് നല്ല കുഴമ്പ് പോലെ ഒന്ന് അരച്ചോണ്ട് ഇപ്പോൾ വരും. ഇത് അധികം വേവില്ലാത്ത മട്ടനാണ്, അതുകൊണ്ടാണ് ഞാൻ കുക്കർ ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലെ കടായിക്കകത്താണ് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഐറ്റങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഇനി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് അടച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റായി. നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് വെള്ളത്തിട്ട് കുതിർന്നതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ടുണ്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ തേങ്ങയുടെ പാൽ, ഒറ്റ പാലേ എടുക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ട് താക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. അവിടെ ഇരിക്കട്ടെ. ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകൊന്നിട്ട് കൊടുക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 2 വറ്റൽമുളക്, ഒരു അല്പം കറിവേപ്പിലയും കൂടെ. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.